ഈ പുതുവർഷത്തിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങളുടെ പഠനം എവിടെ എന്നാണ്. എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ പഠനം എവിടം വരെ ആയി എന്നല്ല ഞാൻ ചോദിക്കുന്നത്. ഈ മത്സര പരീക്ഷാ രംഗത്ത് നിങ്ങളുടെ പഠനം എവിടെയാണ്? കാരണം ഒട്ടുമിക്ക ആളുകൾക്ക് പറ്റുന്ന വലിയൊരു അബദ്ധമുണ്ട്. സ്കൂൾ മുതൽ പഠിച്ചു വരുന്ന ഒരു ശൈലി മത്സര പരീക്ഷയിലേക്ക് അങ്ങ് അഡാപ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ അവിടെയും അതേ ശൈലി തന്നെ അവലംബിച്ചുകൊണ്ട് വിജയം കാണേണ്ടതിനു പകരം പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് പോയ ഒരുപാട് ആളുകളുണ്ട്. ഇവിടെ എന്തു പഠിക്കുന്നു, എങ്ങനെ പഠിക്കുന്നതിനെല്ലാം മുമ്പ് ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇവിടെ വേണ്ട പഠന രീതി എന്താണ് എന്നുള്ളതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾ എത്ര പഠിച്ചിട്ടും ഒരു രക്ഷയും ഉണ്ടാവാൻ പോകുന്നില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആദ്യം നമുക്ക് ഈ ഒരു സെഷനിലൂടെ അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം. നിങ്ങൾ കേട്ടിട്ടുള്ള വാക്കാണ് സിംഗിള് ലൂപ്പ് ലേണിംഗ്. മൂന്നും കൂടെ ചേർന്ന് കഴിയുമ്പോൾ നിങ്ങൾ LKG അംഗൻവാടി മുതൽ +2 അല്ലെങ്കിൽ കോളേജ് വരെ വന്നിരുന്ന സമ്പ്രദായ രീതി, പഠന സമ്പ്രദായ രീതിയായി മാറും സിംഗിൾ ലൂപ്പ് ലേണിംഗ്. എന്ന് പറഞ്ഞാൽ നമ്മൾ 1 മുതൽ 10 വരെ പഠിക്കുന്നു, പരീക്ഷ വർഷാവസാനം എഴുതുന്നു, പാസ്സാകുന്നു, അങ്ങനെ വീണ്ടും അടുത്ത ക്ലാസ്സിലേക്ക് കയറുന്നു, അങ്ങനെ 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 നമ്മൾ എത്തുന്നു. എങ്ങോട്ടെത്തുന്നു? നമ്മൾ 10ാം ക്ലാസ്സിലേക്ക് എത്തുന്നു, 10ലെത്തുന്നു. ഇനി എന്താണ് ഇപ്പോഴത്തെ റീസെന്റ് ട്രെൻഡ്? എന്താണടാ? ഫുൾ A+ ആണ്. ഫുൾ A+ മേടിക്കുന്നു, ഫ്ലെക്സിൽ പടം വരുന്നു, വീണ്ടും +2വിലേക്ക് ചെല്ലുന്നു. അതായത് +2വിന് അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടി മാത്രമാണ് അത് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ +2വിൽ എത്തുമ്പോഴാണ് അറിയുന്നത്. കാരണം നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ആരോ പറഞ്ഞു 10ാം ക്ലാസ് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന്. മറിച്ചോടാ? ഇല്ല. അങ്ങനെ നിങ്ങൾ +2വിൽ എത്തുമ്പോൾ പിന്നെ ഒരാൾ പറയുന്നു +2 ആണോ ശരിക്കും ജീവിതത്തിലെ വഴിത്തിരിവെന്ന്. തിരിഞ്ഞോ? ഇല്ല. എന്താണ്? വീണ്ടും അവിടെ കുറെ ഫുൾ A+ മേടിക്കുന്നു, ഫ്ലെക്സിൽ പണം വരുന്നു, അടുത്ത ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നു. ഇവിടെയാണ് ഒരുപാട് ആളുകൾ കുഴയുന്നത്. പല പല പ്രൊഫഷണൽ കോഴ്സുകൾ, നഴ്സിംഗ്, എഞ്ചിനീയറിംഗ്, ഡിഗ്രി, അങ്ങനെ പലതും എടുത്ത് പിന്നെ മുമ്പോട്ട് എന്താണ് ജോലി എന്ന് പറയുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ പലരും പല രീതിയിൽ ആടി ഉലയപ്പെടുന്ന ഒരു സാഹചര്യം. ഇതാണ് ഇപ്പോൾ ഒരു ശരാശരി കേരളത്തിലുള്ള ഒരു കുട്ടിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകും. നിങ്ങൾ ആഗ്രഹിക്കാത്ത മോഹങ്ങൾ, നിങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പല കാലങ്ങളിൽ പല തീയ ശക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾ പഠിക്കുന്നു, ജോലി മേടിക്കുന്നു, സമ്മതിച്ചു. ആ ജോലി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വാതന്ത്ര്യം ഉറപ്പ് തരുന്നതാവണം. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉറപ്പ് തരുന്ന ഒരു ജോലി എന്ന് പറയുന്നത് ഏറ്റവും മുൻധാരയിൽ നിൽക്കുന്ന ലെയറുകൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊന്ന് സർക്കാർ ജോലി തന്നെയാണ്. കാരണം അവിടെ ഒരുപാട് ആനുകൂല്യങ്ങൾ, ശമ്പളം കൂടാതെ ഒരുപാട് ആനുകൂല്യങ്ങൾ, ജീവിതത്തിന്റെ നിലവാരം വളരെ മുൻപോട്ട് തന്നെ മാറ്റിമറിക്കുന്നത് ഉണ്ട് എന്നുള്ള സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്ര ലക്ഷം ആളുകൾ ആ ഒരു ജോലിക്ക് പിന്നാലെ പോകുന്നത്. അപ്പൊ അവിടെ എല്ലാവരും കടന്നു വരുന്നത് ഇതേ സിംഗിൾ ലൂപ്പ് ലേണിംഗിൽ നിന്നാണ്. പഠിക്കുന്നു, മാർക്ക് മേടിക്കുന്നു, പഠിക്കുന്നു, മാർക്ക് മേടിക്കുന്നു. എടാ, ഇവിടെയുള്ള പഠന രീതി എന്ന് പറയുന്നത് ഒരു ലീനിയർ ലേണിംഗ് സമ്പ്രദായമാണ്. ലീനിയർ ലേണിംഗ് സമ്പ്രദായം എന്താണ്? ഒരേ രേഖയിലൂടെ അല്ലെങ്കിൽ ഒരേ ലൈനിലൂടെ ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരു രീതി. ഇവിടെ വലിയ മാറ്റമൊന്നുമില്ല. എന്താണ്? ഇതൊരു മാർക്ക് ഓറിയന്റഡ് ലേണിംഗ് ആണ്, അല്ലെ? നിങ്ങൾ പഠിക്കുന്നു, വർഷാവസാനം ലാസ്റ്റ് പരീക്ഷയുടെ അവസാനം കുറച്ച് മാസം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിക്കപ്പ് ആയി പോരുന്നു. പിന്നെ ഇവിടെ ഫൈനൽ ഫ്രൂട്ട് എന്ന് പറയുന്ന എല്ലാവർക്കും കിട്ടും, ശരിയല്ലേ? അല്ലെങ്കിൽ മാസ് പാസ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇവിടെ ഉണ്ട്. കാരണം നിങ്ങളുടെ കൂടെ പഠിച്ചവരോ നിങ്ങളോ എത്ര തവണ സ്കൂളുകളിൽ തോറ്റിട്ടുണ്ട്? വളരെ 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 കുറവായിരിക്കും. തീർച്ചയായിട്ടും കുറവായിരിക്കും. 10ാം ക്ലാസ്സിൽ തോറ്റ ഒരാളെ ഇന്നത്തെ കാലത്ത് കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമായിട്ടുള്ള കാര്യമൊന്നുമല്ല. വളരെ കുറവാണ് ആ ശതമാനം. അങ്ങനെ വിജയം മാത്രം കണ്ടുവരുന്ന നിങ്ങൾ ഒരു ജോലിക്കിറങ്ങുമ്പോൾ പരാജയങ്ങളുടെ എണ്ണം കൂടുന്നു, അല്ലെങ്കിൽ ആദ്യ അറ്റംപ്റ്റിൽ കിട്ടുന്നില്ല. എന്തുകൊണ്ട്? ചിന്തിച്ചിട്ടുണ്ടോ? വൈ? എന്തായിരിക്കാം റീസൺ? സ്കൂളിലെല്ലാം പഠിച്ചത് തന്നെയാണ് ഇവിടെയും പഠിക്കേണ്ടത്, പിന്നെ എന്തുകൊണ്ട് എന്നെ കൊണ്ടത് കഴിയുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെയാണ് ഈ ഒരു കാര്യം ഗിൽറ്റ് ഇല്ല എന്നൊരു വസ്തുത മനസ്സിലാക്കേണ്ടത്. അതായത് ഇവിടെ നോക്കുക, ഇവിടെ നിങ്ങൾക്ക് എന്താണുള്ളത്? നിങ്ങൾ കൃത്യമായിട്ടും 10ാം ക്ലാസ്സിൽ പഠിക്കും, അവസാനമാകുമ്പോഴത്തേനും പഠിക്കും. കാരണം ആ തോൽവി എന്ന് പറയുന്നത് നിങ്ങൾക്ക് സംഭവിച്ചാൽ നിങ്ങൾക്ക് മാത്രമുള്ളതായിരിക്കും. നിങ്ങളുടെ ചുറ്റുമുള്ളവരെല്ലാം കയറിപ്പോകുമ്പോൾ നിങ്ങൾ മാത്രം. ആ ഭയം, ആ പേടി നിങ്ങളെ ട്യൂഷൻ ക്ലാസ്സുകളിലേക്കും അല്ലെങ്കിൽ വിശാലമായ ലേണിംഗിലേക്കും നൈറ്റ് ക്ലാസ്സിലേക്കും ഒക്കെ കൊണ്ടുപോകും.
ഇതേ കാര്യം നിങ്ങൾക്ക് മാത്രമല്ല, അവിടെ ആരെയൊക്കെ ബാധിക്കും? അത് നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ സ്കൂളിനെ എല്ലാം ബാധിക്കും. പലരുടെയും പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആണ് നിങ്ങൾ ജയിക്കുക എന്നുള്ളത്. പക്ഷെ ഒരു ജോലിയിലേക്ക് വരുമ്പോൾ അത് ആരുടെയാണടാ? നമ്മുടെ 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 മാത്രം ആ ചൂണ്ടുവിരൽ നിന്നിലേക്ക് മാത്രം ചൂണ്ടപ്പെടുന്ന സാഹചര്യമാണ് ജോലി എന്ന് പറയുന്നത്. അവിടെ നീ എഴുതുന്ന ഓരോ പരീക്ഷയും നിനക്ക് മാത്രമുള്ളതാണ്. അതിന്റെ അവകാശം ലോകത്തിലെ ഒരു കോച്ചിങ്ങും ഒരു സ്ഥാപനങ്ങൾക്കും അതിന്റെ മേൽ എന്ത് പറയാൻ പറ്റില്ല? അവകാശം പറയാൻ പറ്റില്ല. അതിന്റെ കാരണം അതിന്റെ പഠന രീതിയാണ്. ഒരു പ്രപ്പോസ്ഡ് സിലബസ് ഉണ്ട്. ആ സിലബസ് പഠിക്കുക, ഓർത്തിരിക്കുക, കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് ഫോളോ ചെയ്ത് ലക്ഷ്യം നേടുക എന്നത് ഒരു ഉദ്യോഗാർത്ഥി അറിഞ്ഞ് പണിയെടുത്താൽ മാത്രം നടക്കുന്ന കാര്യമാണ്. അത് മറ്റൊരാൾ അവിടെ ഫെസിലിറ്റേറ്റർ ആവുകയാണ്. എന്നെ പോലെ ആളുകൾ നിങ്ങൾക്ക് അതിനുള്ള വഴിയൊരുക്കും. പക്ഷെ ആ വഴിയിലൂടെ നടക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു സമ്പ്രദായമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത്. എന്താണ് അതിന്റെ പേര്? ഡബിൾ ലൂപ്പ് ലേണിംഗ്. എന്താണ് ഈ ഡബിൾ ലൂപ്പ് ലേണിംഗ് എന്ന് പറയുന്നത്? എടാ, വിശാലമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള, നിങ്ങൾക്ക് മനോഹരമായിട്ട് പഠിക്കാനും നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടാകും. അവനെ ഹാൻഡ് പിക്ക് ചെയ്യാൻ പറ്റണം. എടാ, നമുക്ക് ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന കാര്യങ്ങളെ നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അതാണ് ഡബിൾ ലൂപ്പ് ലേണിംഗ് എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ടോപ്പിക്കുകൾ ഇമ്പോർട്ടന്റ് ആയിരിക്കണം. കാരണം ഒരു സിലബസിൽ നിന്നും നിങ്ങൾക്കൊരു ഒരു സിലബസിൽ നിന്നും നിങ്ങൾ എടുക്കുന്ന ടോപ്പിക്കുകൾ നിങ്ങൾക്ക് എന്തായിരിക്കണം? നിങ്ങളെ തീർച്ചയായും രക്ഷിക്കുന്നതായിരിക്കണം. അവിടെ ആദ്യം വേണ്ടത് എന്താണ്? അപ്പോൾ കാറ്റഗറൈസേഷൻ. ഏതാണ് ഈസി, ഏതാണ് മീഡിയം, ഏതാണ് ചലഞ്ചിങ്? ഡിഫിക്കൽട്ട് എന്ന് ഞാൻ പറയുന്നില്ല, ചലഞ്ചിങ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അത് വെച്ചിട്ട് ഇനി ലേൺ സ്മാർട്ട് എന്നുള്ളത് ഹാർഡ് വർക്കിനേക്കാൾ ഇവിടെ ഓർത്തിരിക്കാൻ, എത്രമാത്രം നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഇത് മൂന്നും കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്ട്രോങ് ഏരിയതിന്റെ അകത്തുനിന്നും സെലക്ട് ചെയ്ത് അത് വെച്ച് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം, ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിയണം. അതുകൊണ്ട് നിങ്ങൾ ആ ചൂസ് ചെയ്യുന്നതിൽ കൃത്യത ഉണ്ടായെങ്കിൽ പിന്നെ മുമ്പോട്ട് ധൈര്യമായിട്ട് നമുക്ക് ചേക്കേറാം. അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം അത് കൃത്യമാണെങ്കിൽ നമുക്ക് നമ്മുടെ മുമ്പോട്ടുള്ള കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡബിൾ ലൂപ്പ് ലേണിംഗിൽ എന്താണ് കൃത്യമായിട്ടും ചെയ്യേണ്ട വസ്തുത? നിങ്ങൾ 3 കാര്യങ്ങൾ ദിവസേന, ആഴ്ച തോറും, മാസം തോറും ചെയ്യാൻ പ്രാപ്തരായിരിക്കണം. അതായത് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ശരിയായത്. ഞാൻ ആ ചെയ്ത കാര്യങ്ങൾ ഡബിൾ ലൂപ്പ് ലേണിംഗിൽ നമ്മൾ ഓരോ തവണയും എന്ത് ചെയ്യും? അനലൈസ് ചെയ്യും. നമ്മൾ ഒരു കൂട്ടം കാര്യങ്ങൾ പഠിക്കുന്നു, പരീക്ഷകൾ എഴുതുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാവുന്നു ഇത് പോരാ, ഇനിയും വേണം എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ അവിടെ നിന്ന് പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരീക്ഷകളൊക്കെ എഴുതി നമ്മൾ ആ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും വാട്ട് വെന്റ് റോങ്, എന്തൊക്കെ ഇവിടെ ശരിയായി എന്നുള്ളത്, എന്തൊക്കെ ഇവിടെ കറക്റ്റ് ആയി, വാട്ട് വെന്റ് റൈറ്റ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കും. അതിനുശേഷം നിങ്ങൾ അവിടെ തന്നെ മനസ്സിലാക്കിക്കോണം ഇവിടെ എന്തൊക്കെ ശരിയായി എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂടെ നാണയത്തിന്റെ മറ്റൊരു വശം പോലെ കൂടെ വരുന്ന ഒരു കാര്യമുണ്ട്. എവിടെ മോശമായി എന്നുള്ളത് നിങ്ങൾക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. വാട്ട് വെന്റ് റോങ്, എവിടെയാണ് എൻ്റെ മോശമായത്, എവിടെയാണ് എൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ഞാൻ സെലക്ട് ചെയ്തതിൽ ഒരു മോശം കാര്യം സംഭവിച്ചത് എന്നുള്ളത്. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വാട്ട് നീഡ് ടു ബി കറക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ മോശമായതിനെ എങ്ങനെ ശരിയാക്കണം. ഈ 3 കാര്യങ്ങൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ചെയ്യാൻ കഴിയുന്ന ആളുകൾ മാത്രമേ വിജയത്തിന്റെ കൊടുമുടികൾ കീഴടക്കിയ ചരിത്രമുള്ളൂ. ഏതൊരു കോമ്പറ്റിറ്റീവ് എക്സാം ആയാലും ഇതിനെയാണ് കൺസിസ്റ്റൻസി എന്ന് പേരിട്ട് വിളിക്കുന്നത്, ഇതിനെയാണ് ഹാർഡ് വർക്ക് എന്ന് ചിലർ പേരിട്ട് വിളിക്കുന്നത്, ഇതിനെയാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്, ഇതിനെയാണ് അടിപൊളിയായിട്ട് പഠിക്കുക എന്ന് പറയുന്നത്, ഇതിനെയാണ് ഊർജ്ജസ്വലമായി ടാർഗറ്റ് ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുമ്പോൾ ഓരോ ദിവസവും നിങ്ങൾ പൊന്ന് ഉരുക്കി പത്തര മാറ്റാക്കുന്ന പോലെ തെളിഞ്ഞ് വരും. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ടാർഗറ്റ് നേടും. അപ്പം ആ ഒരു കാര്യം കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നല്ല, മുന്നിട്ടിറങ്ങുക. കാരണം അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് അവിടെ സംഭവിക്കുന്നത്? യു ആർ ഗോയിങ് ടു സ്റ്റാർട്ട് റീലേൺ വിത്ത് റിയലൈസേഷൻ. തിരിച്ചറിവോടുകൂടി പഠിക്കാൻ നിങ്ങൾ പ്രാപ്തരാവുകയാണ് അവിടെ.
കാരണം അങ്ങനെ ഒരു തിരിച്ചറിവ് വരുമ്പോൾ എന്തു പഠിക്കണം, എൻ്റെ നല്ലത് ഏതൊക്കെയാണ്, എൻ്റെ മോശം എന്തൊക്കെയാണ്, ഞാൻ എന്തൊക്കെ ശ്രദ്ധിച്ച് പഠിക്കണം എന്നുള്ള വസ്തുതയെ പറ്റി വ്യക്തമായ ധാരണ കിട്ടുമ്പോൾ നിങ്ങളുടെ ട്രയാങ്കിൾ കംപ്ലീറ്റ് ആകും. 3 മൂലകളും കംപ്ലീറ്റ് ആകും. എന്ത്? ലേൺ, റീലേൺ, റിപ്പീറ്റ്. ലേൺ, റീലേൺ, റിപ്പീറ്റ് എന്ന് പറയുന്ന പരിപാടി കൃത്യമായിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ പരിപാടി കൃത്യമായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സ്വയമേ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പിക്കപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പോയിന്റിൽ, കാരണം നിങ്ങൾ പിന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും അല്ലെ, പല കൂട്ടുകാരും നിങ്ങളോട് വന്ന് പറയും, നിങ്ങൾക്ക് നിങ്ങളുടെ കോച്ചിങ് സ്ഥാപനങ്ങളിൽ നിന്ന്, നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്നും ഒരുപാട് കൂട്ടുകെട്ടുകൾ കിട്ടും. അടിച്ചു പൊളിക്കാനും അലമ്പുണ്ടാക്കാനും എല്ലാ കൂട്ടുകാരെ കിട്ടും. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി എത്ര മനോഹരമായ കൂട്ടുകാരെ നാളിതുവരെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുമോ? വളരെ വളരെ കുറവായിരിക്കും. കിട്ടിയിട്ടുണ്ടാകും, വളരെ വളരെ കുറവായിരിക്കും എന്ന് അത് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. അപ്പൊ എന്താണ് അവിടെ പ്രശ്നം? കമ്പൈൻ സ്റ്റഡി പഠിക്കുന്നവരോടാണ്, കമ്പൈൻ സ്റ്റഡിക്ക് മുന്നിട്ടിറങ്ങുന്നവരോടാണ് എനിക്കിത് പറയാനുള്ളത്. കാരണം കമ്പൈൻ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പുതിയ കാര്യങ്ങളൊന്നും പഠിക്കുന്നില്ല. നിങ്ങൾ പഠിച്ചിട്ടുള്ള, നിങ്ങൾ സ്കൂളുകളിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളെ വീണ്ടും നിങ്ങൾക്കൊന്ന് ഓർത്തെടുത്ത് റിവൈസ് ചെയ്ത് പഠിക്കാൻ ആവശ്യാനുസരണം ഉപയോഗിക്കുമാറ് കഴിയണം. അവിടെ കമ്പൈൻ സ്റ്റഡി എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ പോയിരുന്ന് പുതുതായിട്ട് നിങ്ങൾ ആരെങ്കിലും അത് പഠിപ്പിക്കുമെന്നല്ല ചിന്തിക്കേണ്ടത്. ആദ്യം ചെയ്യേണ്ട ഒരു വസ്തുത, മർമ്മപ്രധാനമായ വസ്തുത, ആദ്യം സ്വയം പഠിച്ചിട്ട് വേണം എന്തിന് പോകാൻ? കമ്പൈൻ സ്റ്റഡിക്ക് പോകാൻ. കാരണം കമ്പൈൻ സ്റ്റഡി എന്ന് പറയുന്നത് വീണ്ടും നിങ്ങൾ ഒരാൾ കുത്തിയിരുത്തി പഠിപ്പിക്കുന്ന പ്രോസസ് അല്ല. ഇവിടെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇവിടെ നിങ്ങൾ റീകളക്ട് ചെയ്യും, പിന്നെ നിങ്ങൾ റിവൈസ് ചെയ്യും, പിന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നു. ഈ പ്രോസസ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ഈ കമ്പൈൻ ഗ്രൂപ്പുകളിൽ ഇരുന്നു കൊണ്ട് ഈ പരിപാടി കൃത്യമായിട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾ സ്വയം പഠിച്ച കാര്യം വീണ്ടും വീണ്ടും മനോഹരമായി നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങുകയും നിങ്ങൾക്ക് ആവശ്യത്തിന് ഉതകുമാറ് അത് ഓർത്തെടുക്കാൻ കഴിയുകയും ചെയ്യുക. അപ്പോൾ ഈ കാര്യം കൃത്യമായിട്ടൊന്ന് നോക്കിക്കോളണേ, മനസ്സിലാക്കിക്കോളണേ. ഇനി ഇവിടെ പലരും ചെയ്യുന്ന പരിപാടി ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ്? ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ട് പലരും പഠിക്കണമെന്ന് ആഗ്രഹിക്കും, എല്ലാവരും ചെയ്യും. സിലബസ് ഡൗൺലോഡ് ചെയ്ത് ഒന്നേന്ന് പഠിച്ചു തുടങ്ങും. ഇപ്പൊ മാത്സ് ഒക്കെ ആണെങ്കിൽ നമ്പർ സിസ്റ്റം മുതൽ അങ്ങ് തുടങ്ങുകയാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. എല്ലാ തവണയും ഒന്നിൽ നിന്ന് തുടങ്ങുക എന്നല്ല അർത്ഥം. അതൊരു സ്മാർട്ട് ആയിട്ടുള്ള സ്ട്രാറ്റജി അല്ല. എന്ന് പറഞ്ഞാൽ ഇടയ്ക്കുന്ന് തുടങ്ങുക എന്നുള്ളതല്ല. നിങ്ങൾക്ക് അറിയാവുന്നതും അറിയാൻ മേലാത്തതും സെഗ്രിഗേറ്റ് ചെയ്യാൻ ആദ്യം നിങ്ങളെ കൊണ്ട് കഴിയണം. നിങ്ങൾക്ക് അറിയാകുന്നത് നിങ്ങൾ എന്തിന് വീണ്ടും വീണ്ടും പഠിച്ച് നിങ്ങളുടെ വില കളയണം? നിങ്ങൾക്കറിയാൻ മേലാത്തതിന് കൂടുതൽ ഫോക്കസ് കൊടുക്കണം. അറിയാവുന്നതിന് എന്ത് ചെയ്യുക? പോളിഷ് ചെയ്യുക, ബ്രഷപ്പ് ചെയ്തെടുക്കുക എന്നാണ് പറയുക. ലേണിങ്ങിനെ ബ്രഷപ്പ് ചെയ്തെടുക്കുക. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് വേണ്ടത് ലോക്ക് ദ ടാർഗറ്റ്. നിങ്ങൾക്ക് ഏത് പരീക്ഷയ്ക്കാണോ, എങ്ങനെ നമുക്ക് ടാർഗറ്റിനെ ലോക്ക് ചെയ്യാം? കാരണം ഇവിടെ 10ാം തരം 10th ലെവൽ ഉണ്ട്, പിന്നെ അതുപോലെ +2 ലെവൽ ഉണ്ട്, ഡിഗ്രി ലെവൽ ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ഒരു ടാർഗറ്റിനെ ലോക്ക് ചെയ്യേണ്ടത്? ആവശ്യാനുസരണം മാറും. ജോലി ഏതാണ് അതനുസരിച്ച് മാറും. ഇപ്പൊ ഞാൻ നോക്കുന്ന ഫോഴ്സ് പരീക്ഷയാണെങ്കിൽ എൻ്റെ +2 ലെവലാണ് എനിക്ക് എൻ്റെ ടാർഗറ്റ് വേണ്ടത്. ഇനി അത് ഒരു കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണെങ്കിൽ ഡിഗ്രി ലെവലാണ്, LGS ആണെങ്കിൽ 10ാം ലെവലാണ്. ഇനി സിലബസ് ടോപ്പിക്കുകളെ അനലൈസ് ചെയ്യുക, ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, എത്രമാത്രമാണ് വേണ്ടതെന്നുള്ളത്. പിന്നെ റിപ്പീറ്റഡ് ലേണിങ്ങും ചെക്കിങ്ങും നിങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കണം. നിങ്ങൾ ചെയ്യുന്ന പരിപാടി കറക്റ്റ് ആണോ, നിങ്ങൾ പഠിച്ചതൊക്കെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നതായിരിക്കണം. അപ്പൊ ഈ കാര്യങ്ങൾ 3ഉം കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മുടെ ടാർഗറ്റിനെ ലോക്ക് ചെയ്യാൻ വേണ്ടി. ഈ ടാർഗറ്റിനെ ലോക്ക് ചെയ്താൽ പിന്നെ ബാക്കി നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്താൽ മതി? ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടും നിങ്ങൾ ലക്ഷ്യം കാണുക തന്നെ ചെയ്യും. ഒരു കാരണവശാലും നിങ്ങൾ പിന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥ ജീവിതത്തിലും പഠനത്തിലും ജോലിയിലും വരികയില്ല. കാരണം വീണുപോയവരെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളിൽ എവിടെയൊക്കെയോ അപാകത സൃഷ്ടിച്ചവരാണ്. മനഃപൂർവ്വം അല്ലെങ്കിൽ കൂടി അവർക്ക് അപാകതകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ വ്യക്തത നഷ്ടമാകുന്ന പോയിന്റിൽ ചിലർ, എന്നെ കേൾക്കുന്ന ചിലരെങ്കിലും, നമ്മൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നു. ആദ്യ കാലങ്ങളിൽ നമ്മൾ വളരെ മനോഹരമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചു പോയിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ എന്തൊക്കെയോ ജീവിതത്തിന്റെ ഇടവേളകളിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു. അപ്പൊ നമ്മളുടെ പഠനത്തിന്റെ പ്രയോറിറ്റി മാറി നമ്മൾ മറ്റു പല കാര്യങ്ങളിലേക്കും. ശരിയാണ്, ജീവിതമാണ്, നമുക്കൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ എന്താണ്, നമ്മളുടേതല്ലാത്ത
ഒരുപാട് ഒരുപാട് കാരണങ്ങൾ നമ്മുടെ ലൈഫിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ നാളതുവരെ പ്രയോറിറ്റി കൊടുത്ത് പഠിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുത്ത് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ പഠനം എവിടെയൊക്കെയോ നമ്മുടെ കൈമോശം വരാൻ തുടങ്ങും, വഴുതി വീഴാനായിട്ട് തുടങ്ങും. അതുവരെ നമ്മൾ പടുത്തുയർത്തിയതെല്ലാം നമ്മളിൽ നിന്നും അകലാൻ തുടങ്ങും. അത് സംഭവിക്കരുതടാ. അത് സംഭവിക്കുമ്പോഴാണ് എന്ത് വേണ്ടി വരുന്നത്? നിങ്ങളെ തിരിച്ചു കൊണ്ടുവരേണ്ടി വരുന്നത് പല പല രീതികളിലൂടെ. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ കാര്യങ്ങൾ. നമ്മൾ ഒരു പുതിയ ഫാക്ട് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ കുറച്ച് ദിവസം അത് കൃത്യമായിട്ട് പഠിക്കും, കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മറക്കും. അവിടെയാണ് കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടത്? റീവിസിറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ജീവിതത്തിൽ 1-2 തവണ കണ്ട ആളെയാണോ, എല്ലാ ദിവസവും കാണുന്ന ആളെയാണോ, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ, നിങ്ങൾ എല്ലാ മാസവും കാണുന്ന, ആഴ്ചയിൽ ഒരിക്കൽ എല്ലാ തവണയും കാണുന്ന ഒരാളെയാണോ നിങ്ങൾ ഓർത്തിരിക്കുക? കൃത്യമായിട്ട് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് കാണുന്ന ആളെയാണ്. നമ്മുടെ ബുദ്ധി, നമ്മുടെ തലച്ചോറെന്ന് പറയുന്നതും അങ്ങനെ ഒരാളാണടാ, അല്ലെങ്കിൽ അത്തരം സ്വഭാവമുള്ള ഒരാളാണ്. അദ്ദേഹം എല്ലാ ദിവസവും കാണുന്ന കേൾക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി ഫീഡാകും. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ എത്രമാത്രം പഠിച്ചു, എത്രമാത്രം സിലബസ് ആ കുട്ടി കവർ ചെയ്തു എന്ന് ഒരു മത്സര പരീക്ഷ നടത്തുന്ന ആളുകളും നോക്കില്ല. ആ കുട്ടി പഠിച്ച കാര്യങ്ങൾ എത്ര മനോഹരമായി പരീക്ഷയ്ക്ക് പ്രസന്റ് ചെയ്തുകൊണ്ട് ശരി ഉത്തരങ്ങൾ നൽകിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? സ്കോർ ചെയ്യുന്നു എന്നത് മാത്രമാണ് അവിടുത്തെ ലക്ഷ്യം. അപ്പോൾ അവിടെ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ മറന്നു പോകുന്നുവെങ്കിൽ അതിനെ കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയണം. ഈ ഒരു വ്യക്തത നഷ്ടപ്പെട്ടാൽ നമ്മൾ പിന്നോട്ട് പോകും. അതാണ് പിന്നെ നമ്മളെ മടിയിലേക്ക് കൊണ്ടുവരുന്നത്. ശരിയല്ലടാ, നിരാശയല്ലേ നമ്മളെ പലപ്പോഴും ഒന്നും ചെയ്യാതെ വെറുതെ സ്ക്രോൾ ചെയ്തിരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ നിരാശയായിരിക്കും നമ്മളെ പിന്നോട്ട് വലിക്കുന്നത്. എന്ന് രക്ഷപ്പെടും? എപ്പോ നമുക്ക് അങ്ങനെ ആവാം, എപ്പോ നമുക്ക് ഇനി എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള റിഗ്രറ്റും നിരാശയും നിസ്സംഗതയുമാണ് നമ്മളെ ഒന്നും ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അല്ലാതെ നിങ്ങൾ മടിയുള്ളവരല്ല, അല്ലാതെ നിങ്ങൾ മോശക്കാരല്ല. ഇവിടെ മനസ്സിലാക്കേണ്ടത്, പ്രോക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്നതിനെ ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞു തരികയാണ് ഇപ്പൊ ചെയ്തത്. ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഈ മടി മാറണം. ഈ മടി മാറിയില്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം മാറിപ്പോകും. നമ്മുടെ ലക്ഷ്യം മാറിപ്പോകുമ്പോൾ നമ്മുടെ ഒപ്പം ഓടുന്നവർ മുമ്പോട്ടായും നമ്മൾ പിന്നോട്ടായും. അത് സംഭവിക്കാൻ പാടില്ല. നിങ്ങളുടെ വ്യക്തത നഷ്ടപ്പെടുമ്പോഴാണടാ നിങ്ങൾക്ക് എന്തിന്റെ ആവശ്യം വേണ്ടത്? നിങ്ങൾക്കൊരു സപ്പോർട്ട് വേണ്ടത്, നിങ്ങൾക്കൊരു സപ്പോർട്ടിന്റെ ആവശ്യം വേണ്ടി വരുന്നത്, നിങ്ങൾക്കൊരു മോട്ടിവേഷൻ വേണ്ടി വരുന്നത്, നിങ്ങൾക്കൊരു ഗൈഡ് വേണ്ടി വരുന്നത്, നിങ്ങൾക്ക് ഒന്ന് സംസാരിക്കാൻ, തുറന്ന് സംസാരിക്കാൻ ഒരാളെ വേണ്ടി വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിലായാലും പഠനത്തിലായാലും ആ നഷ്ടപ്പെടുമ്പോഴാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വേണ്ടി വരുന്നത്. അപ്പോഴത് ഏറ്റവും മനോഹരമായ രീതിയിൽ കിട്ടിയാൽ പിന്നെയും നമ്മൾ പിക്കപ്പായി വരും. ഇല്ല എങ്കിൽ പിന്നെയും നമ്മൾ പടുകുഴിയിലേക്ക് വീണു പോകും. അങ്ങനെ വ്യക്തത നഷ്ടപ്പെടുമ്പോൾ നമ്മൾ തപ്പിയിറങ്ങും. എന്തിനു വേണ്ടി? നമ്മൾ ഷുവർ ഷോട്ട് ക്വസ്റ്റ്യനുകൾക്ക് വേണ്ടി തപ്പിയിറങ്ങും, നമ്മൾ ക്രാഷുകൾ തപ്പിയിറങ്ങും, നമ്മൾ മാരത്തോണുകൾ തപ്പിയിറങ്ങും, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ തപ്പിയിറങ്ങും, നമ്മൾ ഉറപ്പായും ചോദിക്കുന്ന ചോദ്യങ്ങൾ തപ്പിയിറങ്ങും. അങ്ങനെ നമ്മൾ അലയാൻ തുടങ്ങും. അലഞ്ഞ് ക്ഷീണിച്ച് കയ്യിലുള്ളതും കൂടെ കളഞ്ഞ് നമ്മൾ പരീക്ഷ എഴുതി ഇറങ്ങി നിരാശയോടെ വരും. വീണ്ടും ജോബിൻ സാർ അന്ന് പറഞ്ഞ PSCയുടെ ലൂപ്പിന്റെ അകത്തേക്ക് കയറും. അപ്പൊ നമ്മുടെ പഠനം കൃത്യമായാൽ നമ്മൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്തിനാടാ നമ്മളെ തന്നെ പണയം വെക്കുന്ന ഈ ഒരു കളിയിലേക്ക് നമ്മൾ അനാവശ്യമായി നമ്മുടെ കയ്യിലുള്ള പാകപ്പിഴ കൊണ്ട് ഒരു അബദ്ധം വീണ്ടും കാണിക്കണം? ഏറ്റവും മനോഹരമായ ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നേരിടേണ്ടി വരുന്ന പരീക്ഷണങ്ങളുണ്ട്. ആ പരീക്ഷണങ്ങളെ ഏറ്റവും മനോഹരമായി ചങ്കുറപ്പോടുകൂടി, പവറോടുകൂടി നേരിടാൻ നിങ്ങളെ കൊണ്ട് കഴിയും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മനുഷ്യരായി മാറിയിരിക്കുന്നത്. നമ്മൾക്ക് എന്തും നേരിടാനും അച്ചീവ് ചെയ്യാനുള്ള വിൽ പവറും നമ്മളുടെ ഉള്ളിൽ അതിനുള്ള എനർജിയും ഉണ്ട്. അത് മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, നമ്മൾ ആരും ഒരിക്കലും തൃപ്തരല്ല. ഭക്ഷണമല്ലാതെ ലോകത്തിലെ എന്ത് കിട്ടിയാലും നമ്മൾ വേണ്ട എന്ന് പറയോ? ഇല്ല. പൈസ തന്നുകൊണ്ടിരുന്നാൽ നിങ്ങൾ മതിയെന്ന് പറയോ? ഇല്ല. ഭക്ഷണം വയറ് നിറഞ്ഞാൽ മതി എന്ന് പറയും. എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളുടെ തൃപ്തി ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പഠിക്കുമ്പോഴായാലും ഏതൊരു കാര്യം ചെയ്യുമ്പോഴായാലും. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ എന്ത് പഠിക്കാൻ വേണ്ടി തുടങ്ങിയാലും ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ചുറ്റും. ഈ സ്പൂൺ ഫീഡിങ് എല്ലാം ഇങ്ങോട്ട് കിട്ടും.
എന്നുള്ളത്. അങ്ങനെയല്ല, നിങ്ങളായിട്ടൊരു ഇൻപുട്ട് കൊടുക്കാൻ തയ്യാറാകണം. അപ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ജീവിതത്തിൽ വിജയിക്കാൻ തുടങ്ങുക. ഏറ്റവും നല്ലത് സെലക്ട് ചെയ്യുക. പഠനത്തിലായാലും ജീവിതത്തിലായാലും നല്ലത് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അത് നിങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ലക്ഷ്യം നേടാൻ സഹായിക്കുകയുള്ളൂ. പിന്നെ ചാടിക്കളിക്കരുത് എന്ന് ഞാൻ പറയുന്നത്, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് വിചാരിക്കരുത്. എല്ലായിടത്തുനിന്നും കിട്ടുന്നത് ഒരേ സാധനം ഒരേപോലെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും മനോഹരമായത് ചൂസ് ചെയ്യുക. കാരണം ഇക്കരയിൽ അക്കരെ ചെല്ലുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക, അയ്യോ ഇക്കരയായിരുന്നു നല്ലത് എന്നുള്ളത്. അപ്പം അങ്ങനെ ചാടിക്കളിക്കുന്ന ഒരു സ്വഭാവം ഇതൊക്കെയുള്ള ആളുകൾ നിങ്ങളുടെ ചുറ്റുമുണ്ടാകും. ഇവരുടെ ഒക്കെ പ്രഭാവലയത്തിനുള്ളിൽ പെട്ടുപോയാൽ പിന്നോട്ട് വലിയാം, അല്ലെങ്കിൽ പിന്നോട്ട് പോകുമെന്നല്ലാതെ മുൻപോട്ട് നമുക്കൊരു പുരോഗതി ഉണ്ടാവുകയില്ല. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു സോഴ്സ് സെലക്ട് ചെയ്യുക. അത് ഞാൻ സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് ചങ്കുറപ്പോടെ യെസ് എനിക്ക് ഇവിടെ നിന്ന് ഏറ്റവും മനോഹരമായിട്ടുള്ള എല്ലാം എനിക്ക് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൃത്യമായ സോഴ്സ് സെലക്ട് ചെയ്യുക. അത് കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആ സ്പെഷ്യൽ മന്ത്ര പറഞ്ഞു തരാം. എടാ, എല്ലാം തീർത്തിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ സാധനം അച്ചീവ് ചെയ്തത്. നമ്മളെ കൊണ്ട് കഴിയുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ചുരുക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മളെ കൊണ്ട് കഴിയുന്നതിൻ്റെ മാക്സിമം നമ്മൾ ടാർഗറ്റ് ചെയ്ത് അതിൻ്റെ ടോപ്പ് ആവുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. 100% എന്നൊരു സാധനം ഇവിടെ ഇല്ല. 100% എന്നൊരു സാധനമില്ല. എന്നാൽ 100%ലേക്ക് അടുത്തുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിയും. 10 out of 10 എന്നുള്ളതല്ല, 99.9 ആണ് നിങ്ങളെങ്കിൽ നിങ്ങളെ കൊണ്ട് അത് അച്ചീവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചിന്തിക്കേണ്ടത് എൻ്റെ കയ്യിൽ ആ ഉള്ള സ്റ്റഫ്, എൻ്റെ കയ്യിലുള്ള ആ ഒരു കാര്യങ്ങൾ വെച്ചുകൊണ്ട് എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇവിടെയാണ് പലരും ആശങ്കപ്പെടുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്, എൻ്റെ കയ്യിലുണ്ടോ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ വേണമെന്നൊക്കെ പലരും ചിന്തിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം. ഇവിടെ നിങ്ങളെ കൃത്യമായിട്ട് സഹായിക്കാൻ സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. കാരണം ഏറ്റവും മനോഹരമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഒരു അവസരം വരുന്നുണ്ട്. ഏത്? കമ്പനി ബോർഡ് LGS, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെവ്കോ LDC. ഈ 3 പരീക്ഷകൾക്കും കൂടെ ത്രയ എന്ന് പറയുന്ന ഒരൊറ്റ ബാച്ചിലൂടെ സൂപ്പർ നോട്ട്സ് നിങ്ങൾക്കൊരു ജീവിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം ഏറ്റവും മനോഹരമായിട്ട് അച്ചീവ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് ജീവിക്കാനുള്ള അവസരം നൽകുകയാണ്. എന്ന് ഞാൻ പറയുമ്പോൾ നമ്മളുടെ സ്ഥിര വരുമാനം നമുക്ക് ഉറപ്പിക്കാമെങ്കിൽ നമുക്കിഷ്ടമുള്ള യാത്രകൾ ചെയ്യാം, നമുക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, നമുക്കിഷ്ടമുള്ള കാഴ്ചകൾ കാണാം. നമ്മളെ ബൗണ്ടറികൾ, ചട്ടക്കൂടിൻ്റെ അകത്തേക്ക് പിടിച്ചിടേണ്ടി വരില്ല. അങ്ങനെ നിങ്ങളുടെ ലക്ഷ്യങ്ങളെല്ലാം നേടാനുള്ള നിങ്ങളുടെ ലക്ഷ്യങ്ങളെല്ലാം നിങ്ങൾക്ക് നേടിത്തരുന്ന ഒരു ബാച്ച് തന്നെയായിരിക്കും ത്രയ ബാച്ച് എന്ന് പറയുന്നത്. ഇവിടെ ആകെ ഒരൊറ്റ കാര്യം, നിങ്ങളുടെ കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് അധ്വാനിക്കാൻ ഞാൻ തയ്യാറാണെന്നുള്ള ഒരൊറ്റ ഏക ഉറപ്പ്, അത് മാത്രം മതി. ഞാൻ പഠിച്ചോളാം സാർ, ഞാൻ പണിയെടുത്തോളാം സാർ. അത് ഘോരം രാപ്പകലെന്നല്ല, കൺസിസ്റ്റന്റ് ആയിട്ട് കൃത്യമായിട്ട് എല്ലാ ദിവസവും എനിക്കിതിനു വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും സാർ എന്ന് നിങ്ങൾ മനസ്സിൽ ആത്മാർത്ഥമായി പറയുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തു. കാരണം നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നതും നിങ്ങൾ വഴുതി വീഴുന്നതുമായിട്ടുള്ള എല്ലാ പോയിന്റുകളിലും നിങ്ങളെ കൈ പിടിച്ചു കയറ്റാനായി സൂപ്പർ നോട്ട്സിലൂടെ ഏറ്റവും മികച്ച അധ്യാപകർ ഇവിടെയുണ്ട്, മെന്റർമാർ ഇവിടെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പിന്നോട്ട് പോവില്ല എന്ന ഉറപ്പ് ഈ ബാച്ചിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഈ നമ്പർ ഒന്ന് ഓർത്ത് വെച്ചോടാ. കാരണം ഇനി നിങ്ങൾ 2 തവണയെ ഈ നമ്പറിലേക്ക് വിളിക്കൂ. ആദ്യം അഡ്മിഷൻ എടുക്കാനും രണ്ടാമത് നിങ്ങൾ ഒരിക്കൽ കൂടി വിളിക്കണം. സാർ എനിക്ക് ആ ജോലി ലഭിച്ചു എന്ന് പറയാൻ വേണ്ടി നിങ്ങൾ ഈ നമ്പറിലേക്ക് ഒരിക്കൽ കൂടി വിളിക്കണം. അതായിരിക്കണം നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് മനസ്സുറപ്പിച്ച് അടിപൊളിയായിട്ട് കച്ചമുറുക്കി റെഡി ആയിക്കോ. ഇത്തവണ ഈ വരും വർഷം തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ലക്ഷ്യം നേടുക തന്നെ ചെയ്യും. ഏറ്റവും മികച്ച, ഏറ്റവും മനോഹരമായ സപ്പോർട്ടോടുകൂടി നമ്മൾ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം, ബൈ.